പ്രിയമാന്യ പ്രേക്ഷകർക്ക് പൗരാണിക മാന്ത്രിക കർമ്മ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഓംകാരം എന്ന ബീജപദത്തെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക്. ഓം എന്ന അക്ഷരം ആ ഉ മ. അകാരത്തെ ഉകാരത്തിലും ഉകാരത്തെ മകാരത്തിലും മകാരത്തെ നാദസ്വരൂപത്തിൽ ലയിപ്പിച്ച പദമാണ് ഓം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നിത്യം ഉപയോഗിക്കുന്ന ഒരു ബീജാക്ഷരമാണ് അല്ലെങ്കിൽ ഓം. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഈ ബീജാക്ഷരം ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജപിക്കുകയാണെങ്കിൽ പോസിറ്റീവായിരിക്കുന്ന ഒരു എനർജി അന്ധകരണത്തിലും ശരീരപ്രതലത്തിലും പ്രതിഫലിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിലും ഓംകാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആദിയിൽ വചനമുണ്ടായി, ഓം വചനമായി രൂപാന്തരം പ്രാപിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു. പലതരത്തിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഹിന്ദുപരമായിട്ട് അക്ഷരമാലയായിട്ട് ഓംകാരത്തെ ഉപയോഗിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എവിടെ എത്തി? ഗുരുവിലെത്തി. സർവം ജഗത് ഗുരു, സർവം ഓംകാരസ്വരൂപൻ. സർവം ഗുരു തന്നെയാണ്. അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെയാണ്. അപ്പോൾ ഗുരുവായിരിക്കുന്ന ഓംകാരം വേണ്ട വിധത്തിൽ എല്ലാ ദിവസവും ജപിക്കുക. ജപത്തിലൂടെ നിങ്ങളുടെ മാനസികമായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും, സ്വൈര്യക്കേട്, സമ്മർദ്ദം, രക്തസമ്മർദ്ദം, മാനസിക പിരിമുറുക്കം, സർവ്വവ്യാധികളും ജപത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൊണ്ട് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ശ്രോതാക്കൾക്കും നല്ലത് വരട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമസ്കാരം. ശ്രീ ഗുരു പാദുകാം പൂജയാമി. ഓം ഹരഹീം നമഃ.